ഹലോ ആൻഡ് ഹായ്. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു സിമ്പിൾ കേക്ക് ഞാനിവിടെ ഇന്നലെ ചെയ്തതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 2 കപ്പ് മൈദ മാവും പിന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഈ 2 കപ്പിലും ഇരിക്കുന്നത്. മൈദ മാവിൽ ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് അരിച്ച് വെച്ചിരിക്കുന്നതാണ്. 2 പ്രാവശ്യം അരപ്പയിൽ അരിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ബൗളിൽ ഞാൻ 100 ഗ്രാമിൻ്റെ ബട്ടർ ഇട്ട് പിന്നെ പഞ്ചസാര പൗഡർ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലിരുന്ന 1/2 കപ്പ് അതിനെ കുറേശ്ശെ ഇതിലിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ബാറ്ററിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം അത് ചെയ്യാം. എന്നിട്ട് ഇനി 2 മുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മുട്ട നമുക്ക് ചേർക്കാം. അതും ഇട്ട് ഇതിൽ ബീറ്റർ വെച്ച് നമുക്കിപ്പോൾ ബീറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് വിസ്ക് ഇടാം. വിസ്ക് അല്ലെങ്കിൽ നമുക്ക് സ്പാറ്റിൽ എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് ഒരേ ഒരു കാര്യമുള്ളൂ, നല്ല പതപ്പിച്ചെടുക്കണം. ഒരുപാടിട്ട് അടിക്കാനും പാടില്ല. മനസ്സിലായില്ലേ? നല്ല ഒരു മയത്തിൽ ഇത് പതപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റായി കിട്ടും നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് കിട്ടുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുട്ടയും ഞാനിപ്പം അടിച്ചെടുക്കുകയാണ്. നമുക്ക് എന്നിട്ട് ഇതിൽ 1 ടീസ്പൂൺ വാനില എസൻസ്, മുട്ടയുടെ മണമൊന്നും ഇല്ലാതിരിക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് അത് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. പിന്നെ സിനമൺ പൗഡർ, പട്ടയുടെ പൊടി ഉണ്ടെങ്കിൽ അതും ഇടും. അതുമൊക്കെ നല്ല ഒരു നമുക്കത് ഹെൽത്തിയാണ്, നല്ലതുമാണ് അതൊക്കെ ഇടുന്നത്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ വാനില എസൻസാണ് ഒഴിക്കുന്നത്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് എല്ലാം ഒന്ന് പിന്നെ ഒതുക്കിയെടുക്കാം. എല്ലാം കാര്യം നന്നായിട്ട് കണ്ടില്ലേ, എല്ലാം ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ഒഴിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ ഞാൻ വിസ്ക് ഇടുകയാണ്. കാര്യം ക്യാമറ ഈ സൈഡിലാണ് സ്റ്റാൻഡ് ഇരുന്നത്, അപ്പോൾ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഈ വിസ്ക് ഇട്ട് ഇതെല്ലാം ഒന്ന് നമുക്ക് മാവുണ്ടല്ലോ മൈദ മാവിന് 2 കപ്പ് ഇരിക്കുന്നതിന് ഇനി കുറേശ്ശെ അതിട്ട് കുറച്ച് 1/2 കപ്പ് പാലും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കത് ഒഴിച്ച് എല്ലാം റൂം ടെമ്പറേച്ചറാണ് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതിനെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ മാവും തീരാറായി. ലാസ്റ്റിലും ആ ഒരു ഇരിക്കുന്ന പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ആ ഒരു സ്മൂത്ത് ബാറ്ററായിട്ട് നമുക്ക് അതിനെ യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ എത്ര എളുപ്പമാണത്. വേറെ ഒന്നും ചെയ്യാനില്ല. മൈദമാവും പഞ്ചസാര പൊടിയും പിന്നെ ബട്ടർ, മുട്ട എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണമെന്നേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇതെല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് കേക്ക് ടിന്നിൽ പിന്നെ കേക്ക് ടിന്നിൽ കുറച്ച് ബട്ടർ പുരട്ടിയിട്ടുണ്ട്. അതിൽ നമുക്കിട്ട് നന്നായിട്ടൊന്ന് നിവർത്തിയെടുക്കാം, നന്നായിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാനിപ്പോൾ സ്പാറ്റിലായിട്ട് തന്നെ അതിനെ നന്നായിട്ടൊന്ന് ഒരു ടാപ്പ് ചെയ്ത് നമ്മുടെ കയ്യിൽ സ്ക്വയർ ഉണ്ടെങ്കിൽ അതിട്ട് നമുക്ക് ഒന്ന് കാര്യം ഇതിൽ ഗ്യാപ്പൊന്നും ഇടാൻ പാടില്ല. അപ്പം നന്നായിട്ട് അത് നമ്മൾ എൻഷുർ ചെയ്യണം. നന്നായിട്ട് തട്ടി ടാപ്പ് ചെയ്ത് ഇനി ഞാനിപ്പോൾ ഇതാ ഓവനിൽ വെച്ചു. ഒരു 20 മിനിറ്റാണ് ഞാൻ വെച്ചത്. ശരിക്കും വെളിയിലെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ സോഫ്റ്റ് കേക്കാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ എളുപ്പം ഓവനില്ലെങ്കിൽ കടായിൽ വെക്കുക, ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.